ഇസ്ലാമിൻ്റെ ഈദ് ഒരു ഷിആറാണ്, ചിഹ്നം. അത് വളരെ ആദരവോടെ അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും പരിഗണിക്കണം. ഒരു മരണ വീട്ടിലിരിക്കുന്ന പോലെ എന്ത് ചെയ്യാൻ പാടില്ല, പെരുന്നാളിൻ്റെ രാത്രിയും പകലൊന്നും ഉണ്ടാകാൻ പാടില്ല. 2 മിനിറ്റ് പോലും നടക്കാണ്ടാവില്ല. അവിടേക്ക് ബൈക്ക് എടുത്ത് അതല്ലെങ്കിൽ വാഹനം എടുത്ത് പോകുന്ന അവസ്ഥ ഒരു കുറ്റാണ്, തെറ്റാണെന്നുള്ള നിലക്കല്ല, പക്ഷെ ഒരു മര്യാദയായി റസൂൽ പഠിപ്പിച്ചാണല്ലോ നടന്നു പോവുക എന്നുള്ളത്. ആഘോഷങ്ങൾ നാട്ടിൽ നിരവധി ഉണ്ട്, എന്നും ആഘോഷങ്ങൾ തന്നെയാണ്. എന്നാൽ വിശ്വാസിയുടെ ഈദ് എന്ന് പറയുന്നത്, ആഘോഷം എന്ന് പറയുന്നത് വ്യതിരിക്തമാണ്. എവിടെയാണ് ഇതിൻ്റെ വ്യതിരിക്തത നടക്കുന്നത്? ഇസ്ലാമിൻ്റെ ഈദ് എന്നത് ഇബാദാത്തിൽപ്പെട്ട, ആരാധനകളിൽപ്പെട്ട ഒന്നാണ്. അഥവാ അത് ശറഅ മതനിയമം നമുക്ക് തന്ന വലിയ ഒരു സമ്മാനം, വലിയൊരു സൗഭാഗ്യമാണ്. കുടുംബത്തോടൊപ്പം, സമൂഹത്തോടൊപ്പം, അതേപോലെ കൂട്ടുകാരോടൊപ്പം മനസ്സ് തുറന്ന് പരിധി വിടാതെ സന്തോഷം പങ്കിടുക, അതേപോലെ പിന്നെ പരസ്പരമുള്ള ഇണക്കം അത് പ്രകടിപ്പിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ സംഗമിക്കുന്ന, സന്തോഷം പിന്നെ തുളുമ്പി നിൽക്കുന്ന വല്ലാത്തൊരു സമയമാണ് ഈദ് എന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിങ്ങനെ ആവർത്തിച്ചു വരികയാണ്. ഓരോ വർഷവും ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന രൂപത്തിൽ ആവർത്തിച്ചു വരുന്ന, ആ പേരിൽ തന്നെ അങ്ങനെ മനസ്സിലാക്കാം, ആവർത്തിച്ചു വരുന്ന സംഗതി ആണ്. അതുകൊണ്ട് പ്രത്യേകമായി എന്തെങ്കിലും പിന്നെ തട്ടിക്കൂട്ടലോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും കൃത്രിമ രൂപത്തിലുള്ള ഒരുക്കങ്ങളോ ഇതിനൊന്നും വേണ്ട ആവശ്യമില്ല. കാരണം ഇസ്ലാമിക സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ മഷ്ഹൂറായ, അറിയപ്പെട്ട, ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, മനുഷ്യനിർമ്മിത ആഘോഷങ്ങൾ ഒരുപാടുണ്ട്. അത് എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട്, മുസ്ലിങ്ങളിലുണ്ട്, അല്ലാത്തവരിലൊക്കെ ഉണ്ട്. ഓരോരുത്തരും അവർക്ക് തോന്നിയത് ഇങ്ങനെ ആഘോഷമാക്കി മാറ്റും. ഇപ്പോൾ ഈ ആധുനിക കാലത്ത് തൊട്ടതും പിടിച്ചതൊക്കെ ആഘോഷമായി വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇസ്ലാമിൻ്റെ ആഘോഷം വ്യതിരക്തമാകുന്നു. അതെന്താണെന്നുള്ളത് സമൂഹം അറിയന്നെ വേണം. ഒരു 2-3 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ, ഇപ്പോൾ ഏത് ആഘോഷങ്ങൾ നമ്മളെടുത്താലും അതിൻ്റെ തുടക്കം ഒന്നുകിൽ ഒരു കളി അല്ലെങ്കിൽ ഒരു ആസ്വാദനം, ലഹുവും ലൈബും ആയിരിക്കും. എന്തെങ്കിലും ഒരു കളി അല്ലെങ്കിൽ ഒരു ആസ്വാദനം, അതല്ലെങ്കിൽ ഇനാഹ് മ്യൂസിക്, അല്ലെങ്കിൽ എന്തെങ്കിലും തുറബുകളോ അല്ലെ കൊട്ടും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളാക്കാരം. അതുപോലെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കാണുന്ന സംഗതിയാണ് എന്തെങ്കിലുമൊക്കെ ഒരു തിന്മ, ഷർറ് കൊണ്ടാക്കാരം. ഒന്നുകിൽ പിന്നെ കള്ളു കുടിച്ചിട്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചിട്ടൊക്കെ ആയിരിക്കും തുടങ്ങുക. അതല്ലെങ്കിൽ പിന്നെ ബത്തറുണ്ടാവും, കുറച്ചൊക്കെ അഹങ്കാരവും ഗർവൊക്കെ പ്രകടിപ്പിച്ചിട്ട് ഞെളിഞ്ഞ് നടക്കാൻ തുനിഞ്ഞ കുറച്ച് ആളുകൾ, എന്തോ ഒരു സംഗതി. ഇങ്ങനെ ഇതിലേതെങ്കിലും ഒന്നിലൂടെ കറങ്ങിപ്പോകുന്നൊരു സംഗതിയായിരിക്കും മനുഷ്യനിർമ്മിത ആഘോഷങ്ങൾ മുഴുവനും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വെച്ച ഈദിൻ്റെ പ്രത്യേകത നോക്കൂ നിങ്ങൾ. അത് തക്ബീർ കൊണ്ടാണ്. അഥവാ അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് എന്ന ആ തക്ബീറിൻ്റെ സന്ദേശം ലോകത്തിന് കൈമാറിക്കൊണ്ടാണ്. അവിടെ ആർക്കും അഹങ്കരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചാടിക്കളിക്കാനോ ആരും തക്ബീർ ചൊല്ലിങ്ങാണ്ട് പ്രത്യേക ചാട്ടവും തുള്ളലോ ഒന്നുമില്ലല്ലോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതേപോലെ സ്വലാത്ത്, ഒരു രഹസ്യ സംസാരം, ഈ ആഘോഷത്തെ സംവിധാനിച്ച റബ്ബിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുക. അതേപോലെ തന്നെ മനസ്സറിഞ്ഞ് പറയാനുള്ളത് പങ്കുവെക്കുന്ന വല്ലാത്തൊരു സമയമാണ്, നിമിഷമാണ് ഇത്. പിന്നെ അതാണ് സ്വലാത്ത്. അത് വളരെ സവിശേഷമാക്കപ്പെട്ട രൂപത്തിൽ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ ചൊല്ലി ഒരു സമയബന്ധിതമായി അവസാനിപ്പിക്കുന്ന നിസ്കാരം. അത് കഴിഞ്ഞാൽ മൊത്തത്തിൽ വിശ്വാസികൾ, സമൂഹം അറിയേണ്ട സ്പഷ്ടമായ ഒരു നസീഹത്ത്, ഒരു സാരോപദേശം കൊടുക്കുന്ന രീതി, സമകാലിക പ്രശ്നങ്ങൾ, അതേപോലെ കുടുംബപരമായ കാര്യങ്ങൾ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഉത്ബോധനം, ഒരു ഉണർത്തൽ. ഇതെല്ലാം കഴിഞ്ഞ് പരസ്പരം സ്നേഹം പങ്കിട്ട് പുഞ്ചിരിച്ച് അങ്ങനെ പിരിയുന്ന വല്ലാത്ത ഒരു പിന്നെ സംഗമമാണ് ഈദ് എന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി അള്ളാഹു തന്ന ആഘോഷവും മനുഷ്യർ നിർമ്മിച്ച ആഘോഷങ്ങളും തമ്മിലുള്ള വ്യത്യാസം ബോധ്യപ്പെടാൻ. വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. ഇനി ഇസ്ലാമിൻ്റെ ഈദ് ഒരു ഷിആറാണ്, ചിഹ്നം.
അത് വളരെ ആദരവോടെ അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും പരിഗണിക്കണം. ഒരു മരണ വീട്ടിലിരിക്കുന്ന പോലെ എന്ത് ചെയ്യാൻ പാടില്ല, പെരുന്നാളിൻ്റെ രാത്രിയും പകലൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെയാണ്. അതായത് ഇസ്ലാം പഠിപ്പിച്ച ആരാധനയാകുന്ന ആഘോഷത്തെ ഒരു മയ്യത്തിനെ സ്വീകരിക്കുന്ന പോലെ സ്വീകരിക്കുക. അതിങ്ങനെ നാലാളുകൾ താങ്ങി പിടിച്ചിങ്ങനെ കൊണ്ടുവച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെടുത്തു കൊണ്ടുപോയി. ഈ ഒരു മാനസികാവസ്ഥയിലാണ് ഇസ്ലാം പഠിപ്പിച്ച ഈദിനോട് നാളുകളുള്ളത്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വിശദീകരിക്കവേ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, അന്ന ഇൽഹാറ സുറൂർ ഫിൽ അയാദ് മിൻ ശആഇരിദ്ദീൻ എന്നാണ്. അഥവാ ആഘോഷ ദിവസങ്ങളിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നത് ഇസ്ലാമിൻ്റെ ചിഹ്നമാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ചിഹ്നത്തെ ആദരിക്കലും ബഹുമാനിക്കലും മിൻ തഖ്വൽ ഖുലൂബ്, അത് മനസ്സിന് തഖ്വ കിട്ടാൻ വഴിയാകുന്ന വിഷയമാണ്. അപ്പോൾ ആ നിലക്ക് നമ്മൾ കാണണം. മറ്റൊന്ന്, ഇത് സമാധാനവും ഐക്യവും ഊട്ടി ഉറപ്പിക്കുന്ന, സമാധാനത്തിൻ്റെ സന്ദേശം സമൂഹത്തിന് തുറന്ന് കൈമാറുന്ന ഒരു സംഗമം കൂടിയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഈദിൻ്റെ കാര്യത്തിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു, സ്ത്രീകളെ പ്രോത്സാഹിപ്പിച്ചു. ഹൈലുകാരികളായ സ്ത്രീകൾ വരെ വരട്ടെന്നാണ് പറഞ്ഞത്. അവർ നിസ്കരിക്കാതെ മാറി നിന്നാൽ മതി, ഉപദേശവും കാര്യങ്ങളും കേൾക്കണം. അപ്പോൾ എല്ലാവരെയും, ഒരു നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിക്കുന്ന രൂപത്തിലാണ് ഇസ്ലാമിൻ്റെ ഈദ് ക്രമീകരിച്ചിരിക്കുന്നത്. അതേപോലെ ഇത് അങ്ങേയറ്റത്തെ ശുക്ർ കാണിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഒരടിമ ശുക്ർ നന്നായി കാണിക്കലാണ്. ഇപ്പോൾ റമദാൻ കഴിഞ്ഞാൽ ഷവ്വാലിൽ ഈദുൽ ഫിത്തറാണ്. അഥവാ ഒരു മാസക്കാലത്തെ റമദാൻ നിർവഹിച്ച്, നോമ്പ് നിർവഹിച്ച്, ആത്മനിർവൃതി നേടി ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിന് ശുക്ർ കാണിക്കുക. അതേപോലെ ബലിപെരുന്നാളാണ്, ഈദുൽ അദ്ഹയാണെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിന് ശേഷം നേരെ ഈദുൽ അദ്ഹയിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ശുക്ർ കാണിക്കലാണ്. അതേപോലെ തന്നെ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഉപദേശങ്ങളിൽ കാണാം, പെരുന്നാൾ നിസ്കാരം അതിൻ്റെ സുന്നത്ത് പള്ളിക്ക് പുറത്ത് ഒരു മുസല്ലയിൽ നിസ്കരിക്കുക എന്നതാണ്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം സാദുൽ മആദിൽ പറഞ്ഞ ഒരു സംഗതി, മലത്ത് സുന്നത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമലിയ അലാ തെർക്കി മസ്ജിദിഹി ഫി സ്വലാത്തിൽ ഈദൈനി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചര്യയാക്കി തന്നിട്ടുള്ളത് പെരുന്നാൾ നിസ്കാരം അവിടുന്നിൻ്റെ പള്ളി പോലും ഒഴിവാക്കിയിട്ട് പുറത്ത് നിസ്കരിച്ചു. വ അദാഉഹ ഫിൽ മുസല്ല, അത് മുസല്ലയിൽ നിസ്കരിക്കുക. വ അദാഇഹ ഫിൽ മുസല്ല അല്ലദി അലാ ബാബിൽ മദീന അൽ ഖാരിജ്, മദീനക്ക് പുറത്തുള്ള മുസല്ലയിൽ, അഥവാ മദീനയുടെ ബാബിൻ്റെ ഭാഗത്ത്, മദീനത്തെ പള്ളിയുടെ ബാബിൻ്റെ ഒക്കെ പുറത്ത് ആ ഭാഗത്തുള്ള അവിടെ നിസ്കരിക്കുക എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഇത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഇജ്മാ ഉള്ളൊരു കാര്യമാണ്. ഞാൻ ഇത് പ്രത്യേകം പറയാനുള്ള കാരണം വെച്ചാൽ, ഇന്നും ഈ ഈദ് മുസല്ലയെ കളിയാക്കുന്ന ആളുകളുണ്ട്, പരിഹസിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അതേപോലെ തന്നെ അതിനൊരു നിർമ്മിതിയായി, ഒരു അനാചാരമായിട്ടൊക്കെ അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഉദു ഇലൽ മുസല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മുസല്ലയിലേക്ക് പോകാറുണ്ടായിരുന്നു. യഖ്റുജു, പുറപ്പെടാറുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ കാണാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചര്യയാക്കി തന്നിട്ടുള്ള ഒരു സംഗതിയാണ് ഇത് മുസല്ലയിൽ വെച്ചാണ് നിസ്കരിക്കുക. സൗകര്യപ്പെട്ട ഒരു സ്ഥലം, അത് പള്ളിയല്ലാത്ത സൗകര്യപ്പെട്ട ഒരു സ്ഥലം. കാരണം ഈദാകുമ്പോൾ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും വരും. പള്ളി ഒരു പക്ഷേ അതിന് ഉൾക്കൊള്ളാൻ പ്രാപ്തമായിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഇത്രയും മഹത്തായ ഒരു കാര്യം, മുസ്ലിങ്ങൾ ഐക്യപ്പെട്ട് ഒരുമിച്ച് നിർവഹിക്കുന്ന ഒരു കാര്യം സമൂഹത്തെ ശരിക്ക് ബോധ്യപ്പെടുത്തേണ്ട വിഷയമാണ്. ഇതാണ് ഇതിൻ്റെ വസ്തുത. അപ്പോൾ അതിനൊക്കെ സൗകര്യപ്പെടും രൂപത്തിൽ ഇത് മുസല്ലയിൽ നിർവഹിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം പ്രത്യേകമായി ഉള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാക്കി, വിവാദമാക്കി, ഒരു ആവശ്യമില്ലാത്ത വിവാദമാണ്. അഥവാ ആ വിഷയ സംബന്ധമായി ചോദ്യം വന്നു, വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആവശ്യമില്ലാത്ത കുറേ ചർച്ചകൾ, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനും അതിൽ മേലാളന്മാരാകാനും കുറേ ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇത് ഒന്ന് വലുതാകാനുള്ള അവസരം എന്ന നിലക്കാണ്. ബഹുമാനായ ഫൈസൽ മൗലവി അതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നപ്പോൾ പ്രമാണങ്ങൾ വെച്ചുകൊണ്ടുള്ള മറുപടി തന്നെയാണ് കൊടുത്തത്. കാന്തപുരം മുസ്ലിയാരടക്കം,
കാന്തപുരം മുസ്ലിയാരടക്കം യമണ്ടൻ കളവാണ് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. അതെ. അഥവാ ജുമയെ തന്നെ മുടക്കുന്നു എന്ന രൂപത്തിലൊക്കെ അയാളെ വക കുറേ വാക്ക് കയറ്റിയിട്ട് എന്തിനാണ് ഈ നുണ പറഞ്ഞ് കാര്യം സാധിക്കുന്നത്? അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. എന്താണ് പ്രമാണം? അഥവാ ഈദ് നിസ്കരിച്ച ഒരാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് കൊടുത്തു. അയാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിസ്കരിച്ചോട്ടെ, ഇല്ലെങ്കിൽ ഒഴിവാക്കിക്കോട്ടെ എന്ന്. പക്ഷേ പള്ളിയിൽ എന്ത് നടക്കണം? പെരുന്നാൾ നിസ്കാരം നടക്കണം, ഈദ് ജുമാ നിസ്കാരം നടക്കണം, ഇമാമും പള്ളിയിലെത്തണം, ജുമാ നടത്തണം. ഇനി അവിടെ അഫ്ദലായിട്ടുള്ള കാര്യം തന്നെ എന്താണ്? ഒരാൾ ഇത് വെച്ചിട്ട് ജുമ ഒഴിവാക്കണം എന്നല്ല. അപ്പോൾ മാനുഷികമാണ്, എന്തെങ്കിലും തടസ്സങ്ങളോ കാരണങ്ങളോ വന്നേക്കാം. പ്രത്യേകിച്ച് പിന്നെ ദൂരത്തുനിന്ന് വരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ആരോഗ്യം പ്രശ്നമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, അവർക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്ത ഹദീസുകളിലൂടെ പഠിപ്പിച്ച ഇളവാണ്. അപ്പോൾ ആ ഇളവ് എടുക്കേണ്ട രീതി പഠിപ്പിച്ചു കൊടുക്കലിനെ ഒരു വളവാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യുക? അഹ്ലുസുന്നയുടെ വക്താക്കൾ ആരോപിക്കുക, ആക്ഷേപിക്കുക, അവരെ സോഷ്യൽ മീഡിയയിലൂടെ പിന്നെ താറടിച്ച് കാണിക്കാൻ പരിശ്രമിക്കുക. അവരൊക്കെ പരലോകം വരാനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ നമുക്ക് പെരുന്നാളും ജുമയും നിസ്കരിക്കൽ അഫ്ദലായ കാര്യമാണ്. അതിൽ യാതൊരു തർക്കമോ അല്ല. ഇവിടെ ആരും ജുമ മുടക്കിയിട്ടില്ല, അല്ലെങ്കിൽ ജുമ വേണ്ട, എന്തൊക്കെയോ പള്ളിയിൽ ജുമ ഇല്ലാതാക്കി, എന്തൊക്കെ നുണകളാണ് ഇതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ വായിച്ചുകൊണ്ട് തന്നെ ഫൈസൽ മൗലവി വീണ്ടും എന്ത് ചെയ്തു? ഒരു വിശദീകരണം അതുമായി ബന്ധപ്പെട്ട് കൊടുത്തു. ബഹുമാനായ ഹുസൈൻ സലഫി അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള വിശദീകരണം വന്നു. അതേപോലെ സിറാജുൽ ഇസ്ലാം ബാലിശയുടെ വിശദീകരണങ്ങൾ വന്നു. ഇതെല്ലാം സാധാരണക്കാർ കേട്ട് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ മേലാളന്മാരാകണം എന്ന് വിചാരിക്കുന്ന കുറേ ആളുകൾ പലതും കാട്ടിക്കൂട്ടുന്നു. അതിലൊരിക്കലും നമ്മൾ വഞ്ചിതരാകരുത് എന്നുകൂടി ഈ സമയം പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഈദിൻ്റെ സന്തോഷം അത് ശറഅ അനുവദിച്ചതാണ്. അത് പരിധി വിടാത്ത രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും വിശ്വാസികൾ ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട, പെരുന്നാളുമായി ബന്ധപ്പെട്ട ചില മര്യാദകൾ, ആദാബുകൾ ശ്രോതാക്കൾക്ക് ഈ സമയത്ത് നിർദ്ദേശിക്കാനുണ്ട്. ഷാഫി അൽ-ഹക്കീമി അതൊന്ന് വിശദീകരിക്കണം. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത ദീനുൽ ആദാബ് എന്നുള്ളതാണ്. മുഴുവൻ മര്യാദകളാൽ ഊട്ടപ്പെട്ടൊരു മതമാണ്. നമ്മളിങ്ങനെ ഒരു വെള്ളം കൊടുക്കുകയാണെങ്കിൽ പോലും വലതുഭാഗത്ത് നിന്ന് തുടങ്ങണം എന്നുള്ളതാണല്ലോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം നമുക്കൊക്കെ വളരെ ആശ്ചര്യമായി തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. റസൂലിൻ്റെ വലതുഭാഗത്ത് കുട്ടികളും ഇടതുഭാഗത്തേക്ക് പ്രായമുള്ള ആളുകളും റസൂൽ ചോദിക്കുന്നുണ്ട് അനുവാദം അവർക്ക് കൊടുക്കട്ടെ എന്നുള്ളത്. അപ്പം അത്രത്തോളം മര്യാദകൾക്ക് എന്തുണ്ട് ഇസ്ലാമിൽ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ചെരുപ്പ് ധരിക്കുന്ന ഒരു ഇടത്തുണ്ട്, എല്ലായിടങ്ങളിലും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആഘോഷവും ആരാധനയുമായ പെരുന്നാളിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അദബുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ ഒരു പോകുക വരവ് അങ്ങനെ ആക്കരുത്. ഇതൊക്കെ ചെയ്തു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റാഹത്ത് അതിലുണ്ടാവും. അപ്പോൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നന്നായി ഒരുങ്ങുക എന്നുള്ളതാണ്. തജമ്മുൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ പെരുന്നാളാണ്, അതുകൊണ്ട് തന്നെ നല്ല വസ്ത്രം. ഇപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹു ഒരു നല്ല പട്ടുകൊണ്ടുള്ള വസ്ത്രം എന്ത് ചെയ്തു, അങ്ങാടിയിൽ നിന്ന് വാങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുകൊടുക്കുന്നുണ്ട്. പക്ഷേ അത് പട്ടിൻ്റെ വസ്ത്രമായതുകൊണ്ട് റസൂൽ അത് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പക്ഷേ റസൂൽ എന്ത് പറഞ്ഞിട്ടില്ല, ആ ഒരു പുതിയത് വാങ്ങിയ എന്നതിനെയോ അതിനെ നിരുത്സാഹപ്പെടുത്തുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് പെരുന്നാളിനൊരു പുതുവസ്ത്രം, അതല്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം നമ്മൾ പോകാൻ എന്നുള്ളതാണ്. ഇവിടെ വളരെ ഇപ്പോൾ ഉസ്താദ് പറഞ്ഞതുപോലെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കുന്ന ആളുകളുണ്ട്, ചെറിയൊരു എന്തെങ്കിലും ഒരു ടൂറ് പോകുമ്പോൾ പോലും ഡ്രസ്സ് എടുക്കുന്ന ആളുകൾ പെരുന്നാളിന് അതിനൊന്നും വലിയൊരു ഗൗരവം കൊടുക്കാത്ത അവസ്ഥ. ഇസ്ലാം പ്രാധാന്യം കൽപ്പിക്കുന്ന അതിനെന്ത് ചെയ്യുന്നില്ല, ഒരു ആഘോഷമായിട്ടോ ഇതായിട്ടോ കാണുന്നില്ല എന്നുള്ളതാണ്. ചില ആളുകൾക്കൊക്കെ തക്ബീർ ചെല്ലാൻ പോലും ഒരു മടി, അതൊക്കെ വല്ലാത്തൊരു ദുരന്തമാണ്. അതുകൊണ്ട് ഒന്നാമത് നന്നായി ഒരുങ്ങുക എന്നുള്ളതാണ്. നല്ല വസ്ത്രം, സുഗന്ധം പൂശുക, അതേപോലെ തന്നെ ശരീരത്തിലെ ഇതൊക്കെ വൃത്തിയാക്കി കളയുക. അങ്ങനെ ഒരു നല്ല ഒരുക്കം പെരുന്നാളിന് വേണ്ടി നമുക്കുണ്ടാവണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്ന്, എന്തെങ്കിലും കഴിച്ചു പുറപ്പെടുക എന്നുള്ളതാണ്. കാരണം ഇതുവരെ നമ്മൾ നോമ്പിലായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് മുറിക്കുന്ന രീതിയിൽ തന്നെ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് റസൂല് 3 ഈത്തപ്പഴം കഴിച്ചുകൊണ്ടാണ് പുറപ്പെട്ടിരുന്നതെന്ന് ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ ഈത്തപ്പഴം കഴിച്ചുകൊണ്ട് പുറപ്പെടാം, അതല്ലാത്തതും കഴിച്ചുകൊണ്ട് പുറപ്പെടാം എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം,
നമ്മൾ പെരുന്നാൾ മുസല്ലയിലേക്ക് പോകുമ്പോൾ നടന്നു പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആളുകളൊക്കെ വീട്ടിൻ്റെ അവിടെ നിന്നൊരു 2 മിനിറ്റ് പോലും നടക്കാനുണ്ടാവില്ല, അവിടേക്ക് ബൈക്ക് എടുത്ത് അതല്ലെങ്കിൽ വാഹനം എടുത്ത് പോകുന്ന അവസ്ഥ. അത് കുറ്റാണ് തെറ്റാണെന്നുള്ള നിലക്കല്ല, പക്ഷേ ഒരു മര്യാദയായി റസൂൽ പഠിപ്പിച്ചാണല്ലോ നടന്നു പോവുക എന്നുള്ളത്. നടന്നു പോകുന്നതിൻ്റെ ഒരു രസവും പള്ളിയിലേക്ക് മുസല്ലയിലേക്ക് നമ്മൾ നടന്നു പോകുന്നതിൻ്റെ ഒരു ഇതും ബൈക്ക് പോകുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ നടന്നു പോകുമ്പോൾ അതിൻ്റെ ഹിക്മത്തായി പറഞ്ഞ തന്നെ ഒരുപാട് ആളുകളുമായിട്ട് ബന്ധം പുതുക്കാൻ കഴിയും. അത് 2 വഴി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഒരു വഴി, വരുമ്പോൾ വേറൊരു വഴി. ഇസ്ലാമിൽ ഈ ബന്ധങ്ങൾക്ക്, പൊതുസമൂഹമായിട്ടുള്ള ബന്ധങ്ങൾക്ക് വല്ലാത്തൊരു പ്രാധാന്യം ഉണ്ട് എന്നാണല്ലോ ഇതെന്നൊക്കെ മനസ്സിലാവുന്നത്. ഒറ്റപ്പെട്ടിരുന്ന് ഏതെങ്കിലും ഒരു ഇടത്ത് പോയി കുത്തിരിക്കുക എന്നുള്ളതല്ല, എല്ലാവരുമായിട്ടൊരു ബന്ധം പുതുക്കുന്നൊരവസ്ഥയാണ് ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ പോലും നമുക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ അഭിവാദ്യം ചെയ്യുക എന്നുള്ളതാണ്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന് സ്വഹാബികൾ പരസ്പരം ഈ പെരുന്നാളിന് കണ്ടുമുട്ടുമ്പോൾ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന് പറഞ്ഞതായി ഇമാം അൽബാനിയൊക്കെ സ്വഹിയാക്കിയ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പലരും ഈദ് മുബാറക് എന്ന് പറഞ്ഞു പോകും, പക്ഷെ അതിനേക്കാൾ ശരിയായ രീതിയിൽ വന്ന ഒന്നാണ് എന്ത്, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. അതൊരു പ്രാർത്ഥന കൂടിയാണല്ലോ, അള്ളാഹു നമ്മുടെ നിങ്ങളൊക്കെ അധ്വാനങ്ങൾ സ്വീകരിക്കട്ടെ എന്നുള്ളതാണ്. അതേപോലെ തന്നെ തക്ബീർ ചൊല്ലുക എന്നത്, അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നത്. അങ്ങാടികളൊക്കെ തക്ബീറുകൾ കൊണ്ട് മുഴങ്ങിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് പള്ളിയിൽ ചെറിയ കുട്ടികളങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക, എന്നിട്ട് കുറേ ആളുകൾ പോവുക, ആ ഒരു രീതിയല്ല. നമ്മളെല്ലാവരും വീട്ടിൽ സ്ത്രീകൾ അടുക്കളയിലാണെങ്കിലും അവരവരുടെ ശബ്ദം താഴ്ത്തി തക്ബീറുകൾ ചൊല്ലണം. അതേപോലെ തന്നെ പുരുഷന്മാർ ഉറക്ക തക്ബീർ ചൊല്ലണം. അങ്ങനെ തക്ബീറിന് കിട്ടിയ ഒരു സമയത്ത് തക്ബീർ മുഴക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മര്യാദയായി പഠിപ്പിക്കപ്പെടുന്നത്. അതോടൊപ്പം മുസല്ലയിലേക്ക് വരുന്ന സ്ത്രീകളാണെങ്കിൽ, പുരുഷന്മാർക്കാണെങ്കിൽ ഈ അലങ്കാരവും സുഗന്ധം പൂശലും അങ്ങനെയൊക്കെ ഉണ്ട്. സ്ത്രീകളാണെങ്കിൽ സുഗന്ധം പൂശി വരിക എന്നുള്ളത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെ ഒരു സ്ത്രീ സുഗന്ധം പൂശി വന്നാൽ ഫയസാനിയ എന്ന് വരെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സ്ത്രീകൾ അലങ്കാരങ്ങൾ, നല്ല വസ്ത്രം, പുതുവസ്ത്രം ധരിക്കുക, പക്ഷേ അത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ ഉള്ളൊരു വസ്ത്രമാക്കാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് അവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം. പക്ഷേ പലപ്പോഴും ഇതൊക്കെ അതിര് കടന്ന രീതിയിലാണ് ഈ പെരുന്നാളിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുള്ളത്. വല്ലാത്ത ദുഃഖകരമാണ്. ഒരു ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, പെരുന്നാളിന് ഒരുങ്ങുന്നത് തന്നെ ചില ആളുകൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള താടിയൊക്കെ വടിച്ച് ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാമികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു തെറ്റ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് റബ്ബിന് പൊരുത്തമുള്ളൊരു പെരുന്നാളാക്കി മാറ്റാൻ, അത് നമ്മുടെ വസ്ത്രത്തിലാവട്ടെ, നമ്മൾ സ്വഭാവത്തിലാവട്ടെ, നമ്മുടെ സംസാരത്തിലാവട്ടെ, ഇതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയ പ്രേക്ഷകരെ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ആദാബുകൾ, സുന്നത്തുകളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്.